ഒരു മനുഷ്യന്റെ ഒരു സഹാബിയുടെ ഖബർ മറമാടിയാൽ ഞാൻ മയ്യത്ത് വലിച്ച് പുറത്തിടുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് നല്ലത് വിചാരിക്കാൻ കഴിയുക? ആ മനുഷ്യനുണ്ടാക്കിയ ഈ ഹദീസ് വാറോലകളിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ട സംഭവം ഇയാൾ ഉദ്ധരിക്കട്ടെ. അതല്ലാതെ മുആവിയ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഇത്രയും ഗുരുതരമായൊരു ആരോപണം ഇയാൾ ഉന്നയിക്കണം. ഒന്നും മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. സഹാബിമാരെല്ലാവരും സ്വർഗത്തിലാണ്, അതിന് സംശയമൊന്നുമില്ല. അതിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകം എന്താക്കിയിട്ടുണ്ട്, സൂചന നൽകിയിട്ടുണ്ട്. നേരത്തെ മാലിക് സൽഫി പറഞ്ഞതുപോലെ ഖാലിൽ മുഅ്മിനീങ്ങളുടെ മാതുലൻ, അമ്മാവൻ എന്നാണ് എന്താക്കിയിട്ടുള്ളത്, അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫക്കീഹാണെന്ന് എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞ ആളാണ്. കേരളത്തിൽ ഷിയാക്കളുടെ ആശയങ്ങളും അതുപോലെ തന്നെയുള്ള പ്രചാരണങ്ങളുമെല്ലാം മലയാളത്തിൽ പുസ്തകമായും പ്രഭാഷണങ്ങളുമായുമെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് CH മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഈ അടുത്തായി ഒരുപാട് ആരോപണങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടും മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുമെല്ലാം നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല പ്രൂഫ് പോയിന്റുകളിൽ നമ്മൾ ചർച്ചക്കെടുത്തതുമാണ്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അതേപോലെ തന്നെ ഹദീസുകളെക്കുറിച്ചെല്ലാം വളരെ മോശമായ രീതിയിലുള്ള ഒരു ആരോപണവും ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രചാരണവും അദ്ദേഹം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ഫാത്തിമ ബീവിയെ റസൂലുള്ളാഹിന്റെ അടുത്ത് മറമാടാൻ അനുവദിച്ചില്ല. ഹസൻ ഇബ്നു അലിയെ മറമാടാൻ അനുവദിച്ചില്ല. അലിയാർ തങ്ങൾ കൂഫയിൽ വെച്ചാണ് മരിക്കുന്നത്. അലിയാർ തങ്ങളുടെ ഖബർ എവിടെയാണ്? മുആവിയ പറഞ്ഞു എവിടെ മറമാടിയാൽ ഞാൻ മാന്തി പുറത്തെടുക്കും. എന്നിട്ട് 4 മയ്യത്ത് കട്ടിലാണ് അലിയാർ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരേ സമയത്ത് ഇറങ്ങിയത്. എന്നിട്ട് 4 സ്ഥലത്താണ് മറമാടിയത്. അലിയാർ തങ്ങളുടെ ഖബർ എവിടെയാണെന്ന് ഇന്നും ആർക്കറിയില്ല. കാരണം ഒരു സ്ഥലത്താണെന്ന് അറിഞ്ഞാൽ മുആവിയ മാന്തി പുറത്തെടുക്കും എന്ന് മുആവിയ പറഞ്ഞാണ്. ഇവർ പറയും അലിയാർ തങ്ങൾ മരിച്ചപ്പോൾ മുആവിയ കരഞ്ഞു. അങ്ങനെയാണല്ലോ കഥകൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നജ്ഫിലാണ് അലിയാർ തങ്ങളുടെ ഖബർ എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് വലിയ അടിസ്ഥാനമില്ല. അതിന് ആകെ ഒറ്റ തെളിവ് അവർക്കുള്ളത് കർബലയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഹുസൈൻ നജഫിലെ ഖബറിന്റെ അടുത്ത് പോയിട്ടാണ് സിയാറത്ത് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോഴും അറിയില്ല എവിടെയാണ് അലിയാർ തങ്ങളുടെ ഖബർ എന്ന്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന്റെ ഒരു സഹാബിയുടെ ഖബർ മറമാടിയാൽ ഞാൻ മയ്യത്ത് വലിച്ച് പുറത്തിടുമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് നല്ലത് വിചാരിക്കാൻ കഴിയുക? ആ മനുഷ്യനുണ്ടാക്കിയ ഈ ഹദീസ് വാറോലകളിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? അദ്ദേഹത്തിന്റെ ആ ഒരു മുആവിയ റളിയല്ലാഹു അൻഹു കുറ്റം പറയുന്നതിന് ലക്ഷ്യം അറിയാതെ അദ്ദേഹം എന്ത് ചെയ്യേണ്ട അവസാനം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ഒരു ഇവർ ഈ സാധാരണ ഇത്തരം വിമർശനങ്ങൾ, സഹാബി വിമർശനങ്ങൾ ഇവർ നടത്താറുള്ളത് എന്തിനാണെന്നുള്ള അദ്ദേഹത്തിന് അവസാനത്തെ സംസാരം കേട്ടറിയാം. കാരണം ഇവരിലൂടെയാണല്ലോ ഹദീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസ് നമ്മളെങ്ങനെ സ്വീകരിക്കാൻ, അതാണ് എല്ലാ കാലഘട്ടത്തിലും ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു രീതി. കാരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ യുരീദൂന ഖദ്ഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർക്കത് സാധിക്കാത്തത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ആക്ഷേപിക്കുക. സഹാബത്തിനെ ആക്ഷേപിക്കുമ്പോൾ അത് റസൂലുള്ളാഹിക്കുള്ള ആക്ഷേപമായിക്കൊണ്ട് മാറും. ഇവിടെ ഇയാൾ ഒരുപാട് കളവുകളാണ് ഈ ഒരൊറ്റ ചെറിയ സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറമാടാൻ സമ്മതിച്ചില്ല. ആര് സമ്മതിച്ചില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞില്ല. ആരാണ് സമ്മതിക്കാത്തത്? അത് സ്വാഭാവികമായിക്കൊണ്ടും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രൂഫിൻ്റെ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വാഭാവികമായിക്കൊണ്ട് പറഞ്ഞു. ചില ആളുകൾക്ക് ചോദിച്ചു ഫാത്തിമ റളിയല്ലാഹു എങ്ങനെയാണ് മരിച്ചത്. നമ്മൾ പറഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുആവിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ വീട് കത്തിച്ചുകൊണ്ട് തീപ്പൊള്ളലേറ്റ് മരിച്ചു എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അഹ്ലുസുന്ന വിശ്വസിക്കുന്ന സ്വാഭാവികമായ മരണം അത് റസൂൽ തന്നെ പ്രവചിച്ചതാണ്. ഏറ്റവും അടുത്ത് മരിക്കുമെന്നുള്ളത് റസൂൽ പറഞ്ഞല്ലോ. ആ പ്രവചനം പുലർന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വാഭാവികമായിക്കൊണ്ട് മരണം സംഭവിച്ചു. അപ്പോൾ അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖബർ കാരണം റസൂലുള്ളാഹിൻ്റെ ഖബറുള്ളത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ആയിഷ ബീവിയുടെ വീട് എന്ന് പറഞ്ഞാൽ പൊതു സ്വത്തല്ലല്ലോ. സ്വാഭാവികമായിട്ടും അവരുടെ അലി റളിയല്ലാഹുവിൻ്റെ താല്പര്യപ്രകാരം മറ്റു സ്ഥലങ്ങളിൽ മറമാടി. അപ്പം അത് മുആവിയ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനൊന്നും പേച്ചിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു പ്രശ്നം പറയുകയും എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അതിനെല്ലാം വ്യാപിക്കുകയും ചെയ്യാം. പിന്നെ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, വധിക്കപ്പെട്ടു. വിശുദ്ധ റമദാനിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. ആ വധിക്കപ്പെട്ടതിന് ശേഷം 4 മയ്യത്ത് കട്ടിലാണ് അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് പോയത്. കാരണം 4 കട്ടിൽ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഞാൻ എവിടെ മറമാടിയാലും അലി റളിയല്ലാഹുവിൻ്റെ ഖബർ ഞാൻ മാന്തിയെടുക്കുമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഇയാൾ പറയാണ്. അതാര് പറഞ്ഞു?
മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് സത്യസന്ധമായി അയാൾ തെളിയിക്കട്ടെ. ഇത്രയും വലിയൊരു ഗുരുതരമായ ആരോപണം ഒരു സഹാബിയുടെ പേരിൽ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാതെ വെറുതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടൊരു സംഭവം ഇയാൾ ഉദ്ധരിക്കട്ടെ. അതല്ലാതെ മുആവിയ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഇത്രയും ഗുരുതരമായൊരു ആരോപണം ഇയാൾ ഉന്നയിക്കണം. ഒന്ന്, മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ ചോദിച്ചാൽ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് 4 സ്ഥലങ്ങളിലായിട്ടാണ് മറമാടിയത്, 4 മയ്യത്ത് കെട്ടിലാണ് പോയത് എന്ന് ഇയാൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് അഹ്ലുസുന്നയുടെ ഒരു കിതാബിലില്ല, ഷിയാക്കളുടെ കിതാബിൽ നിന്നാണ് ഇയാൾ ഉദ്ധരിക്കുന്നത്. കാരണം ഷിയാക്കളുടെ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന അവരുടെ, നമ്മൾക്ക് സഹീൽ ബുഖാരിയുടെ സ്ഥാനത്തുള്ള കിതാബാണ് ബിഹാറുൽ അൻവാർ. ആ കിതാബിൽ അവർ പറയുകയാണ്, റുവിയാൻ ഇമാം സാദിഖ് അലൈഹിസ്സലാത്തു വസ്സലാം അന്നഹു ഖാൽ ഇന്ന അമീറുൽ മുഅ്മിനീൻ അലൈഹിസ്സലാം അമർ ഇബ്നുൽ ഹസൻ അൻ യഹ്ഫർ ലഹു 4 ഖുബൂർ ഫി 4 മവാദി'. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും തനിക്ക് വേണ്ടി 4 ഖബർ കുഴിക്കണം. ഒന്ന് പള്ളിയിലും, ഒന്ന് റഹ്ബത്തിലും, അതുപോലെ തന്നെ പിന്നെ നജ്ഫിലും, ഒന്ന് ജാറു ജുഅദ അബു ഹുബൈറയുടെ. കാരണം വഇന്നമ അറാദ ബിഹാദ അല്ലാ യഅലമ അഹദും മിൻ അദാഹി മൗദിഅ ഖബരിഹി അലൈഹിസ്സലാം. തൻ്റെ ശത്രുക്കൾ ആരും തന്നെ അത് അറിയരുത് എന്ന ചിന്ത അലി റളിയല്ലാഹു അൻഹു കൊണ്ട് 4 ഖബർ കുഴിക്കാൻ വേണ്ടി അലി ബിൻ അബി താലിബ് പറഞ്ഞു എന്ന കഥ ഇതാരുദ്ധരിക്കണതാണ്? ഷിയാക്കൾ ഉദ്ധരിക്കുന്നതാണ്. ഷിയാക്കൾ അവിടെ കിതാബിൽ ബിഹാറുൽ അൻവാർ ഉദ്ധരിക്കാൻ. എന്നിട്ട് പറയണം, വഖദ് ഹാവൽ ഹജ്ജാജ് അൻ യജിദൽ ജസ്ദ ത്വാഹിർ ഫനബശ 3000 ഖബറിൻ ഫി മിൻതഖദി നജ്ഫി വകാൻ യുരീദു അൻ യുഖ്രിജഹു വയുഹർരിഖഹു ബിന്നാർ. ഇബൽ നുണ പറയാണ്, കളവുണ്ടാക്കി പറയാണ്. ഹജ്ജാജ് പിന്നെ ഏകദേശം 3000-ഓളം ഖബറുകൾ നജ്ഫിൽ മാന്തിയെന്നും എന്നിട്ട് അലി റളിയല്ലാഹുവിൻ്റെ ഖബർ പുറത്തെടുത്ത് കത്തിക്കാൻ ഉദ്ദേശിച്ചെന്നും ഹജ്ജാജിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. പക്ഷേ ഇത് ചെയ്തു എന്നുള്ളത്, ഇത് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൃത്യമായ തെളിവുകൾ വേണം. അതല്ലാതെ ഏതെങ്കിലും ഷിയാക്കളുടെ പിന്നെ പാള കിതാബ് എന്ന് ഉദ്ധരിച്ചിട്ട് അതിന് മുആവിയ റളിയല്ലാഹു അൻഹു ബത്സിക്കുന്ന രീതി ഏതായാലും ശരിയല്ല. ഇനി അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ ഖബറിനെ സംബന്ധിച്ച് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അലി റളിയല്ലാഹുവിൻ്റെ ഖബർ നജ്ഫിലാണ്, അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അലി റളിയല്ലാഹുവിൻ്റെ ഖബർ എന്തുകൊണ്ടാണ് ഒരു അറിയപ്പെട്ട സ്ഥലത്താകാതിരുന്നത്? അതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളുണ്ട്. 4 അഭിപ്രായങ്ങളാണ് അലി റളിയല്ലാഹുവിൻ്റെ ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന്, കൂഫയിൽ തന്നെ അവരുടെ പിന്നെ ഭരണ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മറമാടിയതെന്നാണ് ഇമാം ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ താരിഖ് ബഗ്ദാദിലും ഖത്തീബുൽ ബഗ്ദാദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിൻ്റെ വഫാത്തുൽ അയാലും അത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫത്താവയിലും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും ഈ അഭിപ്രായക്കാരാണ്. അതേസമയത്ത് കൂഫയിൽ തന്നെ ഒരു അറിയപ്പെടാത്ത സ്ഥലത്താണെന്ന അഭിപ്രായം താരിഖ് ബഗ്ദാദിയിൽ കാണാം. അതുപോലെ തന്നെ കൂഫയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് അത് ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കൊണ്ടുപോയി എന്ന് ഹാഫിദ് അബു നുഐം അദ്ദേഹത്തിൻ്റെ പിന്നെ താരിഖ് ബഗ്ദാദിൽ ഉദ്ധരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഖതീബുൽ ബഗ്ദാദി അദ്ദേഹം നഖൽ ചെയ്തിട്ടുണ്ട്. 4മത്തത് എവിടെയാണെന്ന് അറിയപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പിന്നെ ഖബർ എവിടെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അതിനൊരു കാരണമുണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അലി റളിയല്ലാഹുവിൻ്റെ ഖബർ ഇങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ വേണ്ടത്ര അറിയപ്പെടാതെ പോയത്? കാരണം അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫത്താഹിൽ പറയാണ്, വമിസ്ലു മൻ യظن من الجهال ان قبر علي بباطن نجف. ചില ജാഹിലിങ്ങൾ പറയുന്നു അലി റളിയല്ലാഹുവിൻ്റെ ഖബർ നജ്ഫിലാണ്. പിന്നെ ഷിയാക്കൾ അവിടെ വലിയ ജാറൊക്കെ ഉണ്ടാക്കി യാ അലി എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ ഖബർ നജ്ഫിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ അഹ്ലുൽ ഇൽമ് പറയുന്നത് കൂഫയിലാണെന്നാണ്. എന്നാൽ ഈ ആളുകൾക്കറിയാം ഏത് വയഅലമൂന അന്ന അലിയൻ വ മുആവിയ വ അംർ ഇബ്നുൽ ആസ് കുല്ലു മിൻഹും ദുഫിന മിൻ ഖസ്രി ഇമാറാത്തി ബിബൽദി ഖൗഫൻ അലൈഹി മിനൽ ഖവാരിജ് അൻ യംബശൂഹു. യഥാർത്ഥത്തിൽ ഈ മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖബറും അലി റളിയല്ലാഹുവിൻ്റെ ഖബറും അംർ ഇബ്നുൽ ആസിൻ്റെ ഖബറും ഈ 3 ആളെ ഖബർ കൂഫയിൽ തന്നെയാണ്. അത് അലി റളിയല്ലാഹുവിൻ്റെ ഖബർ മാത്രമല്ല എവിടെയെന്ന് അറിയപ്പെടാത്തത്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖബറും അറിയില്ല, അംർ ഇബ്നുൽ ആസിൻ്റെ ഖബറും അറിയില്ല. അതെന്തിനാണ്? ഈ 3 ആളുകളെയും ഒരു ദിവസം ഒരേ സമയത്ത് കൊല്ലാനാണ് ആര് പദ്ധതിയിട്ടത്? ഖവാരിജികൾ.
അതിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മാത്രം വധിക്കപ്പെട്ട് മറ്റു രണ്ടാളും രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഖവാരിജികൾ ഈ 3 ആളുകളെ കൊല്ലാൻ പദ്ധതിയിടുകയും അതിൽ അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയും ചെയ്തു. ആ അലി റളിയല്ലാഹുവിൻ്റെ ഖബറ് മുആവിയ റളിയല്ലാഹു അൻഹു മാന്തുന്നത്. അതാര് മാന്തെന്ന് പറഞ്ഞു? ഖവാരിജികളായ ആളുകൾ, അലി റളിയല്ലാഹുവിനെ വധിച്ച ഖവാരിജികളായ ആളുകൾ ഖബർ മാന്തുന്നതിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടിയാണ് അത് എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുന്നത്, മറച്ചു വെച്ചത്. അത് അലി റളിയല്ലാഹുവിൻ്റെ ഖബർ മാത്രമല്ല, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖബറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അംർ ഇബ്നു ആസിൻ്റെ ഖബറും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ നജ്ഫിൽ കാണുന്ന ഈ ഇന്നിപ്പോൾ ഷിയാക്കൾ പറയുന്ന ആ ഖബർ അത് യഥാർത്ഥത്തിൽ ഈ ഷിയാക്കളാണ്. ഷിയാക്കൾപ്പെട്ട തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അലുദ്ദൗല അൽ ബുവൈഹി എന്ന് പറയുന്ന മനുഷ്യനാണ്. റുക്കുനുദ്ദൗല അൽ ബുവൈഹി ദൈലമി എന്നൊക്കെ പേരുള്ള ആളാണ്. ഇവിടെയാണ് അലി റളിയല്ലാഹുവിനെ മറമാടിയത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ജാറം മുതിച്ചിട്ട് ഇവിടെ നമുക്ക് ഇതാക്കാം എന്ന് പറഞ്ഞ് ആദ്യമായി കൊണ്ട് പറഞ്ഞതാരാണ്? ഈ ഷിയാക്കളാണ്. അപ്പോൾ ഷിയാക്കൾ പറയുന്നതിന് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ഖബർ മാന്തുന്ന മുആവിയ റളിയല്ലാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. കാരണം സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹയിൽപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു, മുസ്ലിമീങ്ങളുടെ ഖാലുൽ മുഅ്മിനീനായ മുആവിയ റളിയല്ലാഹു അൻഹു, റസൂലുള്ള സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ സഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഒരു സഹാബിയെ സംബന്ധിച്ച് ഇത്രയും ഗുരുതരമായ ഒരാരോപണം ഇയാളാണ് ഉന്നയിച്ച് പോവുകയാണ്. ഇയാൾക്ക് പല ആരോപണങ്ങളും തകർത്ത് തരിപ്പണമാക്കി പ്രൂഫ് പോയിന്റ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ മറുപടി ഉണ്ടാവില്ല, പലതും നമ്മൾ തെളിയിക്കണമെന്ന് പറഞ്ഞ് തെളിയിച്ചിട്ടില്ല. ഇതിങ്ങനെ ഷിയാക്കളുടെ കിതാബിൽ എന്തൊക്കെ വാറോലകളും എന്തൊക്കെ കള്ളക്കഥകളും ഉണ്ടോ അതൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് ഇതെന്തോ പുതിയ ഗവേഷണമാണ്. പണ്ട് ചേകനൂർ എങ്ങനെ ചെയ്തിരുന്നത്, ഈ അബൂ റയ്യൻ്റെ കിതാബ് കൊണ്ട് കോപ്പി അടിച്ചിട്ട് ഇവിടെ മലയാളത്തിൽ കാക്കും. അവിടെ ഞാൻ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കണ്ടെത്തി, അത് ആരും പറയാത്തതാണ്, ഞാൻ മാത്രം കണ്ടെത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് താൻ എന്തോ ഒരു സംഭവമാണ് വരുത്തി തീർക്കുക ചേകനൂർ. അദ്ദേഹത്തിൻ്റെ CH മുസ്തഫൻ്റെ പ്രസംഗത്തിൻ്റെ നമ്മൾ കമൻറ്റുകൾ നോക്കിയാലും ഇതേപോലെ ആളുകൾ ഇങ്ങനെ ഇതൊരു പുതിയ അറിവാണ്. അതെന്താ വെച്ചാൽ സാധാരണ ആളുകൾ പറയാറുണ്ട് ഖാലിഫ് തുദ്കർ എന്ന്. എല്ലാവരും പറഞ്ഞ എതിര് പറയാം, അപ്പം എന്ത് ചെയ്യും, ശ്രദ്ധിക്കപ്പെടുമല്ലോ. ആ പറയുന്നത് ഹക്കാണോ ബാത്തിലാണോന്നും ആളുകൾക്ക് നോക്കാമല്ല. അപ്പം അത് ശരിക്കൊരു രീതിയില്ല. പറയുന്നതിന് വസ്തുനിഷ്ഠമായ തെളിവ് കൃത്യമായി പറയണം. തെളിവ് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ ആളുകൾ സ്വീകരിക്കും. പക്ഷേ ഇദ്ദേഹം ഈ CH മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒന്നും അഹ്ലുസുന്നയുടെ കിതാബ് അഹ്ലുസുന്ന അംഗീകരിക്കുന്നതല്ല. പിന്നെ ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ കുതിര കയറാനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നിഷേധിക്കാനും വേണ്ടിയാണ് പറയുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഇയാൾ പറയുന്ന പോലെ മുആവിയ റളിയല്ലാഹു ഒരിക്കലും അലി റളിയല്ലാഹുവിൻ്റെ ഖബർ ഞാൻ മാന്തുമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരിക്കലും പറയുകയുമില്ല. പറഞ്ഞു എന്നത് ഇയാൾ പറയുന്ന കളവാണ്. ഇത് ഷിയാക്കളുടെ കിതാബിൽ നിന്ന് എടുത്തത് ഇയാൾ ആവർത്തിക്കും മാത്രമേ. ഷിയാക്കൾക്ക് എതിരാണ് എന്ന് പറയും ചെയ്യും. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു വിഭാഗം സ്വഹാബത്തിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരു വിഭാഗം സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുക. അതിൽ ഏറ്റവും കൂടുതൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയൊക്കെയാണ് വിമർശിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഉദ്ദേശം ഉണ്ടോ? ഇപ്പോൾ മലിക് സലഫി പറഞ്ഞല്ലോ, അതായത് മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹയിൽ പെട്ട ആളാണ്. അപ്പോൾ ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ വിശ്വാസം ഇന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ വ്യാജാണെന്നാണ്. യഥാർത്ഥ ഖുർആനിൽ 6 ലക്ഷത്തിൽ കൂടുതൽ ആയത്തുകളുണ്ട്. അത് ഫാത്തിമ ബിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹുവിൻ്റെ മകളെ ഭാര്യ കൂടിയായിട്ടുള്ള ഫാത്തിമ ബീവിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. മുസ്ഹഫ് ഫാത്തിമ എന്നൊക്കെ പേരിലാണ് അവരെ പറയാറുള്ളത്. അത് അവരുടെ 11ാമത്തെ ഇമാം അതിട്ടാണ് പോയതാണ്. ഇനി 12ാമത്തെ ഇമാമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കള്ളനാക്കുക എന്നുള്ളത് ഇവിടെ അജണ്ടയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായന അറിയില്ല. അപ്പം നബിക്ക് വഹി വരുമ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ മുആവിയക്ക് തോന്നിയ മാതിരി ഇങ്ങനെ എന്താക്കും, പലതും എഴുതി വെക്കും. അങ്ങനെ ഇസ്ലാമിനെ എന്താക്കി അതൊരു വേറെ കോലത്തിലേക്ക് ആക്കി മാറ്റിയ ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ ഇവരൊക്കെ നടക്കുന്നത്. അതായത് നേരത്തെ ഹദീസിനെയാണ് ചോദ്യം ചെയ്തത് എങ്കിൽ ഷിയാക്കൾ ഈ ഖുർആനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയും, ആ മുആവിയ എഴുതിയതാണ് ഈ സൂറത്ത്, മറ്റേ മുആവിയ ആക്കിയതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവർ
സൂറത്തുൽ ഇമാമ, സൂറത്തുൽ മുസ്ലിമൂൻ എന്നൊക്കെ പറഞ്ഞ സൂറത്തുകൾ എന്തുണ്ട്, സൂറത്തുൽ വിലായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂറത്തുകളൊക്കെ എന്തിലുണ്ട്, ഖുർആനിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ എന്താക്കേണ്ടത്, അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഫാജിറുകളെ കൊണ്ട്, തമ്മാടികളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം ആളുകളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിങ്ങനെ പറയുമ്പം ഈ ബുദ്ധിയുള്ള മനുഷ്യന്മാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മുആവിയ ആരത് എന്നുള്ള നിലക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനാഖിബുകൾ, അതായത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ശിർക്കിനും ഖുറാഫാത്തിനും നേതൃത്വം നൽകുന്ന റലാഉല്ല ബറേൽവി വരെ എന്താക്കിയിട്ടുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനാഖിബ് എഴുതാൻ വേണ്ടി കിതാബ് എഴുതിയിട്ടുണ്ട്. അഹമ്മദ് റസാ ഖാൻ ബറേൽവിക്ക് വരെ എന്തുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇവർക്ക് ഷിയാക്കളോട് ദേഷ്യമുണ്ട്, പിന്നെ ഷിയാക്കൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് എന്താക്കും ചെയ്യും, അവരുടെ ആശയങ്ങൾ കൊണ്ടുവരും ചെയ്യും. അപ്പോൾ ഇയാളും ഷിയാക്കളെ അവസാനം എന്താക്കുന്നൊരു കുറ്റം വേണ പോലെ പറയുന്നുണ്ട്. അത് തഖിയ്യത്താണ്, ഷിയാക്കളുടെ ഉള്ളിലുള്ളൊരു വേറെ കളിയാണ്. ഷിയാക്കളുടെ അതായത് അവരൊരു അടിസ്ഥാന തത്താണ് എന്ത്, ലാ ഈമാന ലിമല്ല തഖിയ്യത്ത് ലഹു എന്നാണ്. തഖിയ്യത്ത് ഇല്ലാത്തവന് ഈമാൻ ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ സുന്നികളുടെ ഇടയിൽ വരുമ്പോൾ ഞങ്ങൾ സുന്നിയാണ് എന്ന് പറഞ്ഞിങ്ങനെ നടക്കും. പക്ഷെ ഉള്ളിൽ എന്തേക്കാരോ ഷിയാക്കാരോ. ഇപ്പോഴും സമസ്തയിൽ വരെ ഇപ്പോഴും എന്തുണ്ട്, പക്ക ഷിയാക്കൾ, അതാ സിയാംസെ പോലെയുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഉള്ളിൽ വരുമ്പോൾ ഞങ്ങൾ സുന്നിയാണെന്ന് അറിയാം, എന്നിട്ട് ഉള്ളിൽ കൂടെ എന്താക്കും, ഷിയായിസം കളിച്ചു. ഈ നിലക്ക് കേരളത്തിൽ ഷിയായിസം ഇറക്കുന്ന മറ്റൊരു ആൾ കൂടിയാണ് ഇയാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ വായിൽ നിന്ന് ഒരിക്കലും എന്താക്കേണ്ടതില്ല, മുആവിയ റളിയല്ലാഹുവിൻ്റെ പേരുകൾക്ക് ഒരു തെർലിയത്ത് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ ഇയാൾക്ക് കഴിയില്ല. ഇതൊക്കെ ഒരു തൗഫീഖാണ്. ഹബ്ബു സഹാബത്തി കുല്ലുഹും ലി മദ്ഹബു എന്നാണ് ആര് പറഞ്ഞത്, മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അഹ്ലു സുന്നയുടെ അഖീദയെക്കുറിച്ച് പറഞ്ഞത്. സഹാബത്തിനെ മുഴുവൻ സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മദ്ഹബ്. അപ്പോൾ സഹാബത്തിനെ സ്നേഹിക്കാൻ കഴിയുക ആർക്ക് മാത്രം, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. സഹാബിമാരുടെ ഫളിൽ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം, നബിയെ ഒരു വട്ടം കണ്ടൊരു മനുഷ്യൻ എന്ന് വിചാരിക്കുക. നബിയെ ഒരു വട്ടം അദ്ദേഹം കണ്ടിട്ടുള്ളൂ. മുസ്ലിമായിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു, മുസ്ലിമായിക്കൊണ്ട് മരിച്ചു. അദ്ദേഹത്തിനാണ് താബിഈങ്ങളുടെ കൂട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെക്കാട്ടി ഫളിലുള്ളതാണ്. അങ്ങനെ നബിയെ ജീവിതത്തിൽ ഒരു വട്ടം കാണാനുള്ള തൗഫീഖേ കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ നബിയുടെ ഗുണം തെറ്റിയിട്ടില്ല, ജീവിക്കാനുള്ള തൗഫീഖും കൂടി കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ മറ്റാളെക്കാളും മഹത്വം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുത്താബുൽ വഹിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒരു ഏറ്റവും നല്ല രാജഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചന നൽകിയപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണ് എന്താക്കിയത്, അവിടെ സൂചന നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖിലാഫത്ത് ബഅദി 30 ആമ, എൻ്റെ കാലശേഷം ഖിലാഫത്ത് 30 വർഷമായിരിക്കും. പിന്നെ അതിന് ശേഷം ഒരാളുടെ മുലൂക്കാണെന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ബിന്തു മിൽഹാൻ ഇബ്നു ഹറാമിൻ്റെ ഹദീസിൽ രാജകുമാരന്മാർ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നത് കാണാം. അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അവർ സ്വർഗത്തിലാണെന്നുള്ളതൊക്കെ ഉള്ള കൃത്യമായി പറഞ്ഞതാണ്. അപ്പം നബിയുടെ നുബൂവത്തിൻ്റെ ഭാഗമായി വഹീൻ്റെ ഭാഗമായി കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്നുള്ള സൂചനകൾ വരെ അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട്. സ്വഹാബിമാരെല്ലാവരും സ്വർഗത്തിലാണ്, അതിന് സംശയമൊന്നുമില്ല. അതിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകം എന്താക്കിയിട്ടുണ്ട്, സൂചന നൽകിയിട്ടുണ്ട്. നേരത്തെ മാലിക് സൽഫി പറഞ്ഞതുപോലെ ഖാലിൽ മുഅ്മിനീങ്ങളുടെ മാതുലൻ, അമ്മാവൻ എന്നാണ് എന്താക്കിയിട്ടുള്ളത്, അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫക്കീഹാണെന്ന് എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞ ആളാണ്. അത് ഇത്ര വലിയ സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇൽമു സ്വീകരിക്കാൻ വേണ്ടി പല ആളുകൾ എന്താക്കാറുണ്ടായിരുന്നു, വരാറുണ്ടായിരുന്നു എന്ന് പോലും പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇയാളെപ്പോലെയുള്ള ആളുകൾ പറയുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്താണ്, ഫളിലാണ്. മനസ്സിലായില്ലേ? മുആവിയ റളിയല്ലാഹുവിൻ്റെ ഫളിലാണ് എന്ത്, ഇതേപോലത്തെ ഷിയാക്കൾ ഇയാളെപ്പോലത്തെ ഷിയാക്കൾ അദ്ദേഹത്തെ കുറ്റം പറയുക എന്നുള്ളത് എന്നുകൂടി നമ്മൾ എന്താക്കേണ്ടതുണ്ട്, ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം. മാഷാ അല്ലാഹ്. സമൂഹത്തിൽ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, അത് സത്യത്തോട് കൂറു പുലർത്തുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മളിവിടെ പ്രമാണബദ്ധമായി വിശദീകരിച്ചു. അതുകൊണ്ട് സത്യമറിയാൻ ആഗ്രഹിക്കുന്ന, യഥാർത്ഥ ദിശയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആര് പറയുന്നു എന്നതിൻ്റെ അപ്പുറം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് നോക്കിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു മാർഗമായിക്കൊണ്ട്, വിശദീകരണമായിക്കൊണ്ട് ഇന്നത്തെ പ്രൂഫ് പോയിൻറ്റിലെ ചർച്ചകൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓർമ്മപ്പെടുത്തുന്നു. പുതിയ 3 വിഷയങ്ങളുമായി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും ഒരുമിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.